ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. അപ്പോൾ കഴിഞ്ഞ ശ്ലോകം വരെ ഭഗവാൻ വൃന്ദാവനത്തിൽ രാമേട്ടനോടും മറ്റുള്ള കൂട്ടുകാരോടും ഒക്കെ ഒപ്പം നടക്കുമ്പോൾ ഭഗവാന്റെ വായിൽ നിന്നും വന്ന തിരുവായ്മൊഴികളായിരുന്നു നമ്മൾ കണ്ടത്. ഇനിയും ശ്രീശുക മഹർഷി കഥ തുടരുകയാണ്. 9ാമത്തെ ശ്ലോകം. ശ്രീശുക ഉവാച ഏവം വൃന്ദാവനം ശ്രീമദ് കൃഷ്ണ പ്രീതമനാഃ പശൂൻ രേമേ സഞ്ചാരയന്നദ്രേ സരിദ്രോധസ്സു സാനുഗ. ശ്രീശുക ഉവാച, ശ്രീശുക മഹർഷി പറഞ്ഞു, ഏവം വൃന്ദാവനം ശ്രീമദ് കൃഷ്ണ പ്രീതമനാഃ പശൂൻ. ഏവം ഇപ്രകാരം ശ്രീമത്തായിട്ടുള്ള, അതായത് ഐശ്വര്യ സമൃദ്ധമായിട്ടുള്ള വൃന്ദാവനത്തെക്കുറിച്ച് കൃഷ്ണനുണ്ണി പ്രീതമന, വളരെ സന്തോഷിച്ച മനസ്സോടുകൂടിയവനായി, പശൂൻ, ഇവിടെ പശൂൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പശുക്കളെ, അവിടെ നമുക്കറിയാം വൃന്ദാവനത്തിൽ ഭഗവാൻ പോയത് തന്നെ കാലിയെ മേയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് കൂട്ടുകാരോടുമൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പശുക്കളെ രേമേ സഞ്ചാരയന്നദ്രേ, രേമേ എന്ന് പറഞ്ഞാൽ രമിച്ചു, ഭഗവാൻ സന്തോഷിച്ചു. അവിടെയൊക്കെ അങ്ങനെ ഭഗവാൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് വളരെയേറെ സന്തോഷത്തോടുകൂടി വിനോദിച്ച് അവിടെയൊക്കെ നടന്നു. സഞ്ചാരയന്നദ്രേ, സഞ്ചാരയൻ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ സഞ്ചരിപ്പിച്ചും കൊണ്ട് ആ പശുക്കളെയും ഒക്കെ അവിടെ അങ്ങനെ കൊണ്ട് നടന്നിട്ട്, ഇവിടെ സഞ്ചാരയന്നദ്രേ, സഞ്ചാരയൻ അദ്രേ, രണ്ട് വാക്കുകളാണ്. അദ്രേ എന്ന് പറഞ്ഞാൽ പർവ്വതത്തിൻ്റെ, ഒരു മലയുടെ. സരിദ്രോധസ്സു സാനുക, സരിദ്രോധസ്സു എന്ന് പറഞ്ഞാൽ, സരിത്ത് എന്ന് പറഞ്ഞാൽ നദി, സരിദ്രോധസ്സു ആ നദിക്കരകളിൽ, സാനുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്, കൂടെ അനുഗമിച്ചവരും കൂടി. അപ്പോൾ പശുക്കളെയും മറ്റ് കൂടെയുള്ള കൂട്ടുകാരും ഒക്കെ ഒരുമിച്ച് ആ വൃന്ദാവനത്തിൽ ഇങ്ങനെ പശുക്കളുമായി അവിടെയൊക്കെ ചുറ്റിക്കറങ്ങുമ്പോൾ നമ്മൾ കണ്ടിരുന്നു, ബലരാമസ്വാമിയോടും കൂടെയുള്ളവരോടുമൊക്കെ ഭഗവാൻ ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പറയുന്നതെല്ലാം ഈ പറഞ്ഞതുപോലെ ഭഗവൽ മഹത്വത്തിൻ്റെ കാര്യം തന്നെയാണ്. എന്നാലാകട്ടെ ആ കുഞ്ഞു വായിൽ നിന്ന് വരുന്നതായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലാണ് പറയുന്ന വലിയ കാര്യം ചെറിയ വായിൽ ചെറിയ വാക്കുകളിലൂടെ പറയുകയാണ്. ഈ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ പൂത്തു നിൽക്കുന്നില്ല, ഇതൊക്കെ ഭഗവാന് വേണ്ടിയിട്ടായിരിക്കും. കണ്ടില്ലേ, അതിൻ്റെ ശിരസിൽ നിറയെ പൂക്കളും കായ്കനികളും ഉള്ളപ്പോഴും എന്തൊരു വിനയം, അതങ്ങനെ ഭൂമിയെ സ്പർശിച്ച് ഭഗവാന് സമർപ്പിക്കാനായിട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. നോക്കിക്കേ, എന്തു ഭംഗിയാ. ഇങ്ങനെ തൻ്റെ കൂടെയുള്ളവരോടും ഏട്ടനായ ബലരാമനോടുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാരോടും മറ്റു പശുക്കുട്ടികളുമൊക്കെയായിട്ട് ആ വൃന്ദാവനത്തിൽ അതിസന്തുഷ്ടനായിട്ട് പർവ്വതത്തിൻ്റെയൊക്കെ സമീപത്തിൽ കൂടി ഒഴുകുന്ന യമുനാ നദിയുടെ കരകളിൽ കൂടി, ആ കരയിൽ കൂടി ഭഗവാൻ അങ്ങനെ പശുക്കളെയും മറ്റു കുട്ടികളുമൊക്കെ ആയിട്ട് അങ്ങനെ ആനന്ദിച്ച് നടന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏവം വൃന്ദാവനം ശ്രീമദ് കൃഷ്ണ പ്രീതമനാഃ പശൂൻ രേമേ സഞ്ചാരയന്നദ്രേ സരിദ്രോധസ്സു സാനുക. ഇവിടെ കൃഷ്ണ, സാനുക തുടങ്ങിയിടത്തൊക്കെ വിസർഗമുള്ളിടത്ത് പകുതി ഹകാരത്തിൽ വായിക്കുക. പ്രീതമനാ, അവിടെ ദീർഘവും വിസർഗവുമുണ്ട്. അകാരം നീട്ടിയെടുക്കണം.
പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ സഞ്ചാരയന്നദ്രേ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ സഞ്ചാരയൻ അദ്രയാണ്. നായുടെ അകാരം ശ്രദ്ധിക്കുക, നാ കൂട്ടക്ഷരമാണ്. പിന്നെ സരിദ്രോധസ്സു, അത് കഴിയുന്നതും ചേർത്ത് തന്നെ എടുക്കുക. സരിദ്രോധസ്സു എന്ന് വായിക്കേണ്ട, ചേർത്ത് വായിക്കുക. ഇനി അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. ക്വചിത് ഗായതി ഗായത്സു മദാന്ധാളിഷ്വനുവ്രതൈ ഉപഗീയമാന ചരിത സൃഗ്വി സംഘർഷണാൻവിത. ക്വചിത് ഗായതി, ഒരിടത്ത്, ഗായതി പാടുന്നു. ഗായത്സു, ഇവിടെ പാടിക്കൊണ്ടിരിക്കെ എന്ത്? മദാന്ധാളിഷ്വനുവ്രതേ, മദാന്ധാളിഷു അനുവ്രതേ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ്. മദാന്ധാളിഷ്വനുവ്രതേ, അനുവ്രതൈ എന്ന് പറഞ്ഞാൽ കൂടെ ഉള്ളവരാൽ ചുറ്റപ്പെട്ടിട്ട്. മദാന്ധാളിഷു, മതം കൊണ്ട് അന്ധരായി തീർന്ന അളിഷു, വണ്ടുകൾ. അപ്പോൾ മതം കൊണ്ട് അങ്ങനെ അന്ധരായിപ്പോയ കുറേ വണ്ടുകൾ ഒരിടത്ത് അങ്ങനെ നിന്ന് പാടുന്നുണ്ട്. മറ്റൊരിടത്താണെങ്കിൽ ഉപഗീയമാന ചരിത സൃഗ്വി സംഘർഷണാൻവിത. ഉപഗീയമാന ചരിത, ഉപഗീയമാന എന്ന് പറഞ്ഞാൽ കീർത്തിക്കപ്പെട്ട. ഉപഗീയമാന ചരിത, കീർത്തിക്കപ്പെട്ട ചരിത്രത്തോടു കൂടിയവനും. സൃഗ്വി, വനമാല ധരിച്ചവനുമായിട്ടുള്ള ആ കൃഷ്ണൻ സംഘർഷണാൻവിത, സംഘർഷണനോട് കൂടിയവനും, അതായത് ബലരാമസ്വാമിയോട് കൂടെ ഒരു ഭാഗത്ത് വനമാല ധരിച്ച് ഓടക്കുഴലുമേന്തി നിന്ന് കൃഷ്ണൻ അങ്ങനെ തൻ്റെ മുരളിയിൽ സപ്തസ്വരങ്ങളെയും മധുരമായി മീട്ടുന്നുണ്ട്. ആ വനത്തെ ഒന്നാകെ തൻ്റെ ആ ഒരു മുരളീനാദം കൊണ്ട് ഭഗവാൻ ധന്യമാക്കുന്നുണ്ട്. ഇവിടെ പറയാം, മറ്റൊരിടത്താണെങ്കിൽ, അപ്പോൾ വൃന്ദാവനത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്, മറ്റൊരിടത്ത് വണ്ടുകളൊക്കെ അങ്ങനെ ഭ്രാന്ത് പിടിച്ചതുപോലെ പാടുന്നു. എന്ന് പറഞ്ഞാൽ അവയ്ക്ക് എന്താ അവർ പാടുന്നത് എന്ന് മുന്നേ പറഞ്ഞു ഭഗവാൻ തന്നെ. എന്താ? ഭഗവാന്റെ കീർത്തനങ്ങളാണ് പാടുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയാം മതം കൊണ്ട് അന്ധരായി തീർന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് പാടിയിട്ടും പാടിയിട്ടും മതിയാകാതെ വരുന്നത് കൊണ്ട് അവരങ്ങനെ വീണ്ടും 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 ഉറക്കി 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 അങ്ങനെ കൂടുതൽ കൂടുതൽ വണ്ടുകൾ അങ്ങനെ ആ പാട്ടിനോട് ചേർന്ന് പാടിക്കൊണ്ടിരിക്കുന്നു, ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വേറൊരിടത്ത് ഭഗവാൻ വനമാലയൊക്കെ ധരിച്ച് തൻ്റെ മുരളി കയ്യിലെടുത്ത് അതിലൂടെ ആ വേണുവിലൂടെ വേണുഗാനം കൊണ്ട് ഭഗവാൻ ആ വൃന്ദാവനത്തെ ആകെ കുളിരു കോരി അണിയിക്കുന്നു. ഇനി അടുത്ത നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ക്വചിത് ഗായതി ഗായത്സു മദാന്ധാളിഷ്വനുവ്രതൈ ഉപഗീയമാന ചരിത സൃഗ്വി സംഘർഷണാൻവിത. അപ്പോൾ ഭഗവാൻ ഉള്ളിടത്തൊക്കെ അനന്തമൂർത്തി സംഘർഷണനും കൂടെ ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മദാന്ധാളിഷ്വനുവ്രതേ, അവിടെ മദാന്ധാളിഷ്വനു എന്ന് വരുന്നിടത്ത് ശ്വ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ വിസർഗമുള്ളത് കൊണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്താനും ശ്രമിക്കുക. അതുപോലെയാണ് സംഘർഷണാൻവിത, ഉപഗീയമാന ചരിത തുടങ്ങിയ വാക്കുകളിലൊക്കെ വിസർഗം വരുന്നുണ്ട്. പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. ഇവിടെ ഈ വണ്ടുകൾ മറ്റു പുഷ്പങ്ങളിൽ നിന്നൊക്കെ
മധുപാനം ചെയ്യുകയും ആ മധുവിനെ പുഷ്പങ്ങളിൽ നിറച്ച ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ടാണ്. അങ്ങനെ സ്തുതിച്ച് അവയ്ക്ക് സ്തുതിക്കാതെ ഇരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് മതാന്താളിഷു. ഈ വണ്ടുകളൊക്കെ ഭഗവാന്റെ കഴുത്തിൽ വനമാല ചാർത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞു. ഈ വണ്ടുകളൊക്കെ ഭഗവാന്റെ വനമാലയ്ക്ക് ചുറ്റും മൂളിപ്പാട്ട് പാടി വട്ടമിട്ട് പറക്കുകയാണ്. എന്താ? ഭഗവാന്റെ സ്പർശം, ഭഗവാന്റെ അംഗസ്പർശമേറ്റ ആ വനമാലയിൽ ഒന്ന് സ്പർശിക്കുവാൻ കഴിഞ്ഞാൽ പോലും പുണ്യമാണല്ലോ എന്ന് ധരിച്ച് വണ്ടുകൾ അങ്ങനെ ഭഗവാന്റെ ചുറ്റും വട്ടമിട്ട് പറക്കുന്നുമുണ്ട്. ഇനി നമുക്ക് 11ാമത്തെ ശ്ലോകം നോക്കാം. ക്വചിച്ച കളഹംസാനാമനുകൂജതി കൂജിതം അഭിനൃത്യതി നൃത്യന്തം ബർഹിണം ഹാസയൻ ക്വചിത്. ക്വചിച്ച കളഹംസാനാമനുകൂജതി. ക്വചിത് ച ആണ് ക്വചിച്ച. ഇനി ഒരിടത്ത് കളഹംസാനാം അനുകൂജതി, കളഹംസാനാം അനുകൂജതി, രണ്ട് വാക്കുകളാണ് അവിടെ. കളഹംസാനാം എന്ന് പറഞ്ഞാൽ കളഹംസങ്ങളുടെ, അനുകൂജതി എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് തിരിച്ച് ശബ്ദം പുറപ്പെടുവിക്കുക. കൂജിതം എന്ന് പറഞ്ഞാൽ ഈ കളഹംസങ്ങളുടെ ആ നാദത്തെ, കൂജിതത്തെ അതിനനുസരിച്ച് ശബ്ദിക്കുന്നു. അപ്പോൾ ചിലയിടത്ത് മനോഹരമായിട്ട് കളഹംസങ്ങൾ കൂജനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസൃതമായി ഭഗവാനും ഇവിടെ ഇരുന്ന് ഒരു മറുപാട്ട് അതേപോലെ പാടുന്നുണ്ട്, കൂജനം ചെയ്യുന്നുണ്ട്. അഭിനൃത്യതി നൃത്യന്തം, അഭിനൃത്യതി ഭഗവാന് നർത്തനം ചെയ്യുന്നുമുണ്ട്. എങ്ങനെ? നൃത്യന്തം ബർഹിണം ഹാസയൻ ക്വചിത്. നൃത്യന്തം എന്ന് പറഞ്ഞാൽ നർത്തനം ചെയ്യുന്ന ബർഹിണം മയിലിനെ കണ്ടിട്ട്, അഭിനൃത്യതി എന്ന് പറഞ്ഞാൽ അഭി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ തിരിച്ചു ചെയ്യുക. അപ്പോൾ മയിൽ എപ്രകാരമാണോ നൃത്തം വയ്ക്കുന്നത് അത് കണ്ടിട്ട് അതേപോലെ തിരിച്ച് മയിലിനെ നൃത്തം വെച്ച് കാണിക്കുന്നുണ്ട് കൃഷ്ണനുണ്ണി. നോക്കൂ, കുയിലുകൾ പാടുമ്പോൾ അവരുടെ കൂജന്തം കേട്ടിട്ട് അതിനനുസരിച്ച് അതേപോലെ തിരിച്ച് കൂജതി ശബ്ദിക്കുന്നു ഭഗവാൻ. മയിലുകൾ ആടുന്ന കാണുമ്പോൾ അതേപോലെ തിരിച്ച് മയിലുകളെ നൃത്തം ചെയ്ത് കാണിക്കുന്നു. ഹാസയൻ ക്വചിത്. ഹാസയൻ എന്ന് പറഞ്ഞാൽ ചിരിപ്പിക്കുക. ചില സമയത്ത് തമാശകളൊക്കെ പറഞ്ഞ് കൂടെയുള്ളവരെ ഹാസയൻ ചിരിപ്പിക്കുന്നവനായിട്ട്, ക്വചിത് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഒരിടത്ത്. അപ്പോൾ ഭഗവാൻ എല്ലാ റോളുകളിലും അവിടെ ഓടി നടക്കുകയാണ്. തമാശകൾ പറഞ്ഞ് മറ്റുള്ളവരെ പൊട്ടിച്ചിരിപ്പിക്കേണ്ട ഒരു സന്ദർഭം കിട്ടിയാൽ ഭഗവാൻ അത് വിനിയോഗിക്കും. ഇത് തൻ്റെ കൂട്ടുകാർക്ക് മാത്രമല്ലേ അതുകൊണ്ട് ആനന്ദമുണ്ടാവുന്നുള്ളൂ, തൻ്റെ ഈ വാക്കുകൾ കൊണ്ടും തൻ്റെ സാമീപ്യം കൊണ്ടും. അതുകൊണ്ട് എന്തു ചെയ്തു? മയിലുകളെ സന്തോഷിപ്പിക്കാൻ അവ നൃത്തമാടുമ്പോൾ അവയുടെ അടുത്ത് ചെന്ന് തിരികെ നൃത്തമാടും. ഞാനും ഉണ്ട്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് മയിലിനും അതൊരു സന്തോഷമാ, എൻ്റെ കൂടെയുണ്ട് കൃഷ്ണനുണ്ണി. ഇനി കൂജന്തമാണെങ്കിലോ അവിടെയും ആ കളഹംസങ്ങളുടെ പാട്ടിന് എതിർപ്പാട്ട് പാടിക്കൊണ്ട് ഭഗവാന് അവരുടെയും കൂടെ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ കളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെയും കൂടും. അപ്പോൾ ഭഗവാൻ എത്താത്ത ഒരിടം പോലുമില്ല. ഭഗവാന്റെ ദൃഷ്ടിയും ഭഗവാന്റെ സാമീപ്യവും എല്ലാ ദിക്കിലും എല്ലായിടത്തും ഒരുപോലെ എപ്പോഴും ഉണ്ട് എന്ന് സാരം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ക്വചിച്ച കളഹംസാനാമനുകൂജതി കൂജിതം അഭിനൃത്യതി നൃത്യന്തം ബർഹിണം ഹാസയൻ ക്വചിത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കളഹംസാനാം അനുകൂജതി, അവിടെ കളഹംസാനാം അനുകൂജതി മായുടെ
അകാരം ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണത്. ഇനി അടുത്തത് 12ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.